സ്വർണം വാങ്ങുന്നതൊക്കെ നല്ല കാര്യം. കയ്യിൽ കാശുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും സ്വർണം വാങ്ങിക്കോളൂ. പക്ഷെ അത് കള്ളന്മാരുടെ കയ്യിൽ പെടാതെ നിങ്ങൾക്ക് അപകടം ഉണ്ടാക്കാതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ചെയ്യുക തന്നെ വേണം കേട്ടോ. മലയാളികൾ അന്നും ഇന്നും സ്വർണ്ണപ്രിയരാണ് അല്ലേ? സ്വർണ്ണവില 1,00,000 കടന്നപ്പോൾ ആവശ്യക്കാർ ഒന്ന് പിന്നോട്ട് വലിഞ്ഞിട്ടുണ്ട്. നിലവിൽ വിലയിൽ ഉണ്ടാക്കിയ ഇടിവ് കച്ചവടക്കാർക്കും ആവശ്യക്കാർക്കും ഒരാശ്വാസം തന്നെയാണ്. ഇക്കഴിഞ്ഞ കുറച്ചധികം നാളുകളായി നമ്മൾ കേട്ടുപഴകിയ ഒരു കാര്യമാണ് സ്വർണത്തിൻ്റെ വില റോക്കറ്റിനേക്കാൾ വേഗത്തിലാണ് കുതിച്ചുയരുന്നതെന്ന്. ഇപ്പോഴത്തെ ചെറിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും പൊന്നിൻ്റെ വില 1,01,000 മുകളിൽ തന്നെയാണ്. ഇപ്പോഴും ആവശ്യക്കാരുണ്ടോ? വിൽപ്പന എങ്ങനെയാണ് എന്നൊക്കെ അറിയണ്ടേ? ഇക്കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സ്വർണ്ണവിലയിൽ ആശ്വാസകരമായൊരു ഇടിവ് തന്നെയാണ് ഉണ്ടായത്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണത്തിന്റെ നിലവിലെ സർവകാല റെക്കോർഡ്. ആ വിലയെ അപേക്ഷിച്ച് കഴിഞ്ഞ 5 ദിവസങ്ങൾക്കിടെ 20,000 രൂപയോളമാണ് സ്വർണ്ണവില കുറഞ്ഞത്. സ്വർണത്തിന്റെ വില കുറഞ്ഞാലും ആൾക്കാരൊന്ന് വെയിറ്റ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് താഴോട്ട് വരുമെന്നുള്ളത് അവർ ഹോൾഡ് ചെയ്യും. നമ്മൾ എടുക്കുന്നതിന്റെ പിറ്റേന്ന് വീണ്ടും കുറഞ്ഞാലൊന്നും ഹോൾഡ് ചെയ്യും. പിന്നെ ഈ കുറഞ്ഞ് നിൽക്കുന്നതിന് ഒരു 250 രൂപ ഗ്രാമിനോ ഒരു 100 രൂപ ഗ്രാമിനോ കൂടിക്കഴിഞ്ഞാൽ അടുത്ത സൈഡിലോട്ട് വരും. എന്നാൽ കുറയുമ്പോൾ ആൾക്കാർ വരാറുണ്ട്. സ്വർണ്ണവിലയിലെ കുറവ് കൃത്യമായി നിരീക്ഷിച്ച് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്വർണം സ്വന്തമാക്കാൻ തിരികെ ജ്വല്ലറിയിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ട്. 3 ദിവസം മുന്നേ ബുക്ക് ചെയ്തതാണ്. ബുക്ക് ചെയ്തത് ഏകദേശം അന്ന് ഗ്രാമിന് 16 അടുത്തുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നല്ല രീതിക്ക് ഇടിവ് വന്നപ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് വന്ന് എടുത്തതാണ്. ഏകദേശം നമ്മൾ മേടിക്കുമ്പോഴത്തേക്കും ഒരു 12,000 രൂപയ്ക്ക് അടുത്ത് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലും സ്വർണത്തോടുള്ള പ്രിയവും കൊണ്ട് ഇപ്പോഴും സ്വർണത്തിന് ആവശ്യക്കാർ ഏറെയാണ്. ദിവസേനയുള്ള സ്വർണത്തിന്റെ വില വർധനവ് ആഭരണം വാങ്ങുന്ന സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു. എന്നാൽ ഇനിയും വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് സ്വർണ്ണപ്രേമികൾ. മലയാളികളുടെ ഒരു ഇതല്ലേ സ്വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വർണവും വസ്ത്രങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ അത് വലിയ സന്തോഷമാണ്. 2 ദിവസം കൊണ്ട് നല്ലവണ്ണം വില ഇടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മളെപ്പോലുള്ളവർക്കൊരു ഹാപ്പിയാണ്. പിന്നെ ഇതിന് നമുക്ക് കൂടിയാലും ചിലപ്പോൾ വാങ്ങണമെന്ന് തോന്നിയാൽ നമ്മൾ വാങ്ങാൻ വരും. സ്വർണ്ണവിലയിലെ വർധനവ് വിൽപ്പനയെയും സാരമായി ബാധിച്ചിരുന്നു. എന്നാൽ വിലയിൽ ഇടിവുണ്ടാകുന്നത് വിൽപ്പന കൂട്ടുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാരും. കച്ചവടം മൊത്തത്തിൽ ഒരു കുറഞ്ഞു. ടോട്ടലി ഹോൾഡ് ചെയ്യും. ഭയങ്കരമായിട്ട് കയറിയ സമയത്ത് ആൾക്കാരെല്ലാം വന്ന് ഹോൾഡ് ചെയ്യാണ്. കച്ചവടം കുറഞ്ഞു. പഴയതിനേക്കാൾ എല്ലാവർക്കും ഒരു 30%, 35%ഓളം കച്ചവടം കുറഞ്ഞു. ഇനി കുറച്ച് കുറയണം. കുറച്ച് കുറഞ്ഞാലേ ആൾക്കാർ ഇതിനോട്ടൊരു ഇത് വല്ലാതെ കൂടുമ്പോഴേ ആൾക്കാരൊന്നും അന്തം വിട്ട് നിൽക്കും. ഇപ്പറഞ്ഞതൊക്കെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. പൊന്നിന്റെ വില എത്രയായാലും അതിന് എത്ര കുതിച്ചുയർന്നാലും ആവശ്യക്കാരും ഇഷ്ടക്കാരും പൊന്നിനേറെയാണ്. 1 രൂപയെങ്കിൽ 1 രൂപ കുറയുന്നത് കാത്തിരിക്കുകയാണ് ആവശ്യക്കാരെല്ലാം. ക്യാമറമാൻ പ്രേം ശശിക്കൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.